സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന പരാതി തുടർന്ന് അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ്. വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചപ്പോൾ രക്തസമ്മർദ്ദം ഉയർന്നതിനാൽ ഇപ്പോൾ എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ തുടരുകയാണ് രഞ്ജിത്ത്. അവിടേക്ക് മജിസ്ട്രേറ്റ് എത്തി അറസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മജിസ്ട്രേറ്റിനെ എത്തിച്ച് നടത്തുമെന്നതാണ് ലഭിക്കുന്ന വിവരം. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിപിൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസിന്റെ അന്വേഷണ പരിധിയിൽ അല്ലെങ്കിൽ റഡാറിലാണ് രഞ്ജിത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വീട്ടിലെത്തിയ ഒരു അറസ്റ്റിനൊക്കെയുള്ള നീക്കമുണ്ടായി. പക്ഷേ പിന്നീടാണ് അദ്ദേഹം കോട്ടയത്ത് നിന്ന് ഈ തൊടുപുഴയിലേക്കുള്ള യാത്രയിൽ വഴിമധ്യേ ഒരു അറസ്റ്റിലേക്ക് പോകുന്നത്. പക്ഷേ ഈ നടപടികളെല്ലാം, ലഭിച്ച പരാതി, അതിലുള്ള പ്രത്യേക ടീമിനെ രൂപീകരിക്കൽ, ഈ നടപടികളെല്ലാം അതീവ രഹസ്യമായി പോലീസ് നീക്കിയല്ലേ? അതെ, അതീവ രഹസ്യമായിട്ടായിരുന്നു രഞ്ജിത്തിനെതിരെയുള്ള ഈ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളത് കൂടിയാണ് ഈ കേസിന്റെ ഒരു ഗൗരവം കൂട്ടുന്നത്. കാരണം സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ രഞ്ജിത്തുള്ള സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരിക്കും. പക്ഷെ പോകുന്ന വഴിക്ക് കാർ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യേണ്ട അത്രയും ഗൗരവ സ്വഭാവത്തിലേക്ക് അത് മാറി എന്നുണ്ടെങ്കിൽ ആ രഹസ്യമൊഴി എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പരാതിയായിരിക്കാം. ഇത് സംഭവിച്ചത് ജനുവരി 8-ാം തീയതി ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ്. ഫോർട്ട് കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ ഷൂട്ടിന്റെ സമയത്ത് കാരവനിലേക്ക് വിളിച്ചു വരുത്തുകയും ഒരു ഡിസ്കഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അത് ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതുമാണ് ഈ പരാതിയുടെ ഒരു സ്വഭാവമുള്ളത്. അതിനുശേഷമാണ് ഈ പരാതി പിന്നെ DGP ഒക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നമുക്ക് കാണുന്നത് പോലെ തന്നെ സെൻട്രൽ പോലീസിന്റെ വാഹനം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ പോലീസിന്റെ കൂടുതൽ സുരക്ഷയും പോലീസിന്റെ കൂടുതൽ വാഹനങ്ങളും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്നും ഇനി രഞ്ജിത്തിന് എന്താണ് ഡോക്ടർമാർ പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കാം ഇവിടെ നിന്ന് ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമോ അതോ ഇങ്ങോട്ടേക്ക് മജിസ്ട്രേറ്റ് വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ഇന്നലെ എന്തായാലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സോഹൻ സീനുലാൽ, അതേപോലെ തന്നെ NM ബാദുഷ നിർമ്മാതാവാണ്, ഇവർ രണ്ടുപേരും ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് വരികയും പുള്ളി ഇവിടെ എത്തി എന്നുള്ളതിന് മനസ്സിലാക്കിയതിന് ശേഷം ഇവർ രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഇത് മൂന്നാമത്തെ ലൈംഗികാതിക്രമ പരാതി എന്നുള്ളത് കൂടിയുണ്ട്. കാരണം രഞ്ജിത്തിനെതിരെ ഇതിനു മുൻപ് ആദ്യം പരാതി ഉന്നയിച്ചത് ബംഗാളിൽ നിന്നുള്ള നടിയായിരുന്നു. അത് സിനിമാ ഷൂട്ടിന്റെ ഡിസ്കഷന് വിളിച്ച ഒരു സമയത്ത് വളരെ അപമര്യാദയായി പെരുമാറി എന്നുള്ളതായിരുന്നു. പക്ഷേ അവർക്ക് കേരളത്തിലെ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് അറിയിക്കുകയായിരുന്നു. രണ്ടാമത് വന്നത് ഒരു പ്രകൃതി വിരുദ്ധ പീഡന കേസായിരുന്നു. പിന്നീട് അത് കുറച്ചുകൂടി വ്യക്തതയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നീട് അത് കോടതി ഇതാക്കുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ കേസ് വന്നിരിക്കുന്നു. അതിലാണ് പോലീസ് ഏറ്റവും ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ അതൊരു തിരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഇടയ്ക്ക് എടുത്തിരിക്കുന്നത്. ഗൂഗിൾ തീർച്ചയായും രഞ്ജിത്തിനെതിരെ മുമ്പ് ഉയർന്ന 2 കേസുകളും അതിൽ ഒന്ന് കേസ് അവസാനിപ്പിക്കുകയും രണ്ടെന്ന് തെളിവുകൾ കൃത്യമായി ഇല്ല. ഒന്നുകിൽ ഒരു കേസിലാണെങ്കിൽ ആ നടി തന്നെ പിന്നീട് അതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. 2 കേസുകൾ അങ്ങനെ അവസാനിച്ചു. പക്ഷേ ഇതിപ്പോൾ മൂന്നാമതൊരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. അതിലാണ് പോലീസിന്റെ അതിവേഗത്തിലുള്ള ഇടപെടൽ. അത് ഏതായാലും സിനിമാ മേഖലയെ ഞെട്ടിക്കുന്ന ഒരു അറസ്റ്റ് കൂടിയാണ്, അല്ലെങ്കിൽ കസ്റ്റഡി കൂടിയാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷ ഏറെ ചർച്ചയാവുകയും സർക്കാർ അതിനേറെ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സഹയാത്രികനായ ഒരാളുടെ അറസ്റ്റിലൂടെ സ്ത്രീ സുരക്ഷയ്ക്ക് തങ്ങൾ നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് സർക്കാർ പറയുന്നതാണോ ജനങ്ങളിലേക്ക് എത്തുന്നത്, അതോ തിരികെയാണോ? കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.